നമസ്കാരം സുഹൃത്തുക്കളെ, ഈ പരിപാടിയിൽ ഹിന്ദി ഗദ്യ സാഹിത്യ മേഖലയിലെ ദേശീയബോധം ഉയർത്തിക്കാട്ടുകയാണ്. ഭാരതേന്ദു യുഗത്തിനു മുൻപ് നാടക തിയേറ്റർ മേഖലകളിൽ പാഴ്സി നാടക കമ്പനികൾ ആധിപത്യം പുലർത്തിയിരുന്നു. ഈ കമ്പനികളിൽ ചിലത് പാട്ടും നൃത്തവും കാണിച്ച് പണം സമ്പാദിക്കുന്നതിൽ മുഴുകിയിരുന്നു. പ്രസ്തുത ദിനങ്ങളിൽ ഭാരതേന്ദു മണ്ഡലം സ്ഥാപിക്കപ്പെട്ടു. പൊതുജനങ്ങളുടെ താൽപ്പര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അവരെ സംഘടിപ്പിക്കുന്നതിനും ബോധവൽക്കരിക്കുന്നതിനുമായി നാടകക്കാർ നാടകമേഖല തിരഞ്ഞെടുത്തു. അതിൽ വിവിധ കാര്യപ്രവർത്തനങ്ങൾക്കായി സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകൾ ഒരുമിച്ച് അവരുടെ പങ്ക് നിർവഹിച്ചിരുന്നു. ആ കാലങ്ങളിൽ തുടക്കത്തിൽ തന്നെ സമൂഹത്തിൽ വിവിധ തരത്തിലുള്ള സമരപ്രചാരണങ്ങൾ നടന്നുവരികയായിരുന്നു. രാജാറാം മോഹൻ റോയ്, സ്വാമി ദയാനന്ദ സരസ്വതി, ശ്രീരാമകൃഷ്ണ പരമഹംസർ, സ്വാമി വിവേകാനന്ദൻ തുടങ്ങിയവരാൽ വിധവാ വിവാഹം, ഐത്തോച്ചാടനം, സതിവ്യവസ്ഥ, സത്സ്വഭാവം, സ്വാശ്രയത്വം, ഹിന്ദു മുസ്ലിം ഐക്യം എന്നിവയിൽ ഊന്നൽ നൽകപ്പെട്ടു. ഗാന്ധിജിയുടെ അഹിംസാ പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെ ബുദ്ധിമുട്ടിച്ചപ്പോൾ സുഭാഷ് ചന്ദ്രബോസിന്റെ തും മുझे खून दो मैं तुम्हें आजादी दूंगा തുടങ്ങിയ ആവേശകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾക്കൊപ്പം സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചന്ദ്രശേഖർ ആസാദ്, സർദാർ ഭഗത് സിംഗ്, രാംപ്രസാദ് ബിസ്മിൽ തുടങ്ങിയവരുടെ വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും ബ്രിട്ടീഷ് സർക്കാരിന് നിദ്രാവിഹീനമായ രാത്രികൾ സമ്മാനിച്ചു. സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു വശത്ത് ബ്രിട്ടീഷുകാർക്ക് തോക്കുകളും അടിച്ചമർത്തൽ നയങ്ങളും ഉണ്ടായിരുന്നപ്പോൾ മറുവശത്ത് ഇന്ത്യക്കാർക്കുണ്ടായിരുന്നത് രാജ്യസ്നേഹവും ആത്മത്യാഗ മനോഭാവവും നിറഞ്ഞ വാക്കുകൾ മാത്രമായിരുന്നു. രാജ്യത്തിനു വേണ്ടി ആളുകൾ ഒത്തുകൂടുകയും ചർച്ച ചെയ്യുകയും പ്രഭാതഭേരികൾ മുഴക്കുകയും സ്വാതന്ത്ര്യ സമരത്തിനായി പുറപ്പെടുകയും ചെയ്തു. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഈ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ഇത്തരത്തിലുള്ള ശ്രമങ്ങളുടെ സ്വാധീനം ഹിന്ദി സാഹിത്യത്തിൽ കാണാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യം കാംക്ഷിക്കുന്ന എഴുത്തുകാർ മാസികകൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. അതിൽ കവിതകൾക്കൊപ്പം വിവിധ ഗദ്യമേഖലകളിലുള്ള രചനകളും ആരംഭിച്ചു. ഇതിനോടൊപ്പം സ്വാതന്ത്ര്യപ്രേമികൾ ലഘുലേഖനങ്ങൾ അച്ചടിച്ച് പൊതുജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. ഇവയിൽ അച്ചടിച്ചു വന്ന കാര്യങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ജനരോഷം ആളിക്കത്തിക്കുകയും അവർക്ക് സംഘടിക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. അത്തരം കാര്യങ്ങളാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സൗര്യം നഷ്ടപ്പെട്ടു. അത്തരം എഴുത്തുകൾ നിരോധിക്കുകയും അത് കണ്ടുകെട്ടി നശിപ്പിക്കുകയും എഴുത്തുകാരെയും പ്രസാധകരെയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എഴുത്തുകാർ സാധാരണ ജനവികാരങ്ങളെ ഉണർത്തുന്നതിനായി തങ്ങളുടെ വിപ്ലവ ചിന്തകളും വികാരങ്ങളും പൊതുജനങ്ങളിലേക്കെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. ഹിന്ദി ഗദ്യവിഭാഗങ്ങളിലെ ദേശീയബോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചില സാഹിത്യകാരന്മാരുടെ രചനകളിലൂടെ അറിയാൻ ശ്രമിക്കാം. ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ തുടക്കക്കാരനാണ് ഭാരതേന്ദു ഹരിശ്ചന്ദ്ര. മൗലികവും വിവർത്തനവും ചെയ്യപ്പെട്ടതായ നാടകങ്ങൾ, ഉപന്യാസങ്ങൾ, കവിതകൾ, കഥകൾ, യാത്രാവിവരണങ്ങൾ, നോവലുകൾ, ആത്മകഥകൾ തുടങ്ങിയവ ഭാരതേന്ദു ഹരിശ്ചന്ദ്ര രചിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ദുരവസ്ഥ അദ്ദേഹത്തെ വിഷമിപ്പിച്ചിരുന്നു. അതിന് അദ്ദേഹം ബ്രിട്ടീഷ് സർക്കാരിനെ കുറ്റപ്പെടുത്തി. ഭാരത് ദുർദശ, ഭാരത് ജനനി, അന്തേർ നഗരി തുടങ്ങിയ നാടകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ദേശസ്നേഹം പ്രകടമായി കാണാം. അദ്ദേഹം ഹരിശ്ചന്ദ്ര, കവി വചൻ സുധ തുടങ്ങിയ മാസികകൾ എഡിറ്റ് ചെയ്യുന്ന വേളയിൽ ദേശസ്നേഹം, സ്വഭാഷാസ്നേഹം, തദ്ദേശീയത എന്നിവയ്ക്ക് വേണ്ടുന്ന ഊന്നൽ നൽകിയിരുന്നു. നമുക്കിപ്പോൾ ഒരു നാടകത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അതിൽ അന്തേർ നഗരി ഇന്ത്യയുടെ പ്രതീകവും ചൗപ്പഡ് രാജ ബ്രിട്ടനിന്റെ ദുർഭരണത്തിന്റെ പ്രതീകവുമാണ്. കടല വിൽപ്പനക്കാരൻ, ചുണ്ണാമ്പ് വിൽപ്പനക്കാരൻ മുതലായവരിലൂടെ നികുതി അടിച്ചേൽപ്പിക്കലും നിയമത്തിന്റെ ദുരുപയോഗത്തെയും കുറിച്ചെല്ലാം പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഭാരതേന്ദു ശ്രമിച്ചു. जात ले जात टके से जात एक टका दो, हम अभी अपनी जात बेचते हैं. टके के वास्ते ब्राह्मण से धोबी कर दे तो टके के वास्ते धोबी को ब्राह्मण, टके के वास्ते झूठी गवाही दे, टके के वास्ते झूठ को भी सच करे, टके के वास्ते नीच को भी पितामह बनावे. वेद धर्म कुल मर्यादा सच्चाई बड़ाई सब टके से लुटाई दिया अनमोल माल ले टके से. पर ऐसा क्यों बच्चा? क्योंकि सभी धर्म है एक समान, गीता, बाइबल और कुरान. मेरा देश महान भैया, मेरा देश महान. അന്തേർ നഗരിയിൽ അന്നത്തെ വ്യവസ്ഥിതിക്കെതിരെ ശക്തമായ ആക്ഷേപഹാസ്യം നടത്തിയിട്ടുണ്ട്. സാമൂഹിക മതതിന്മകൾ,
അന്ധവിശ്വാസങ്ങൾ, കാപട്യങ്ങൾ എന്നിവയെ എതിർത്ത അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ചൂഷണങ്ങളെയും അതിക്രമങ്ങളെയും ചിത്രീകരിച്ചു. അദ്ദേഹത്തിന്റെ ദേശീയബോധം പ്രധാനമായും നാടക വിഭാഗത്തിലാണ് പ്രകടമായത്. ഡൽഹിയിലെ ദാദ്രിമേളിൽ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ പ്രസംഗിക്കവേ हिंदुस्तानी लोगों को कोई चलाने वाला हो तो ये क्या नहीं कर सकते। इनसे इतना कह दीजिए, का चुप साध ही रहा बलवाना। फिर देखिए हनुमान जी को अपना बल कैसे याद आ जाता है। സർദാർ പൂരൺ സിംഗ്. സർദാർ പൂരൺ സിംഗിന്റെ ഉപന്യാസ രചനകളായ സച്ചി വീർത്ത, കന്യാദാൻ, പവിത്രത, ആചരൺ കി സഭ്യത, മജ്ദൂരി ഓർ പ്രേം, അമേരിക്ക കാ മസ്താന, യോഗി വാഡ്മിന്റൺ എന്നിവയിൽ സ്വാതന്ത്ര്യത്തിന്റെ മുളകൾ കാണുന്നു. സച്ചി വീരതയിൽ सच्चे वीर के दिल की आवाज केवल उसके दिल की आवाज नहीं होती, बल्कि वह मानव मात्र के दिल की आवाज बन जाती है। പൂർണ്ണസിംഗിന്റെ ലേഖനങ്ങളിൽ സ്വാമി വിവേകാനന്ദന്റെയും സ്വാമി രാം തീർത്ഥിന്റെയും വിചാരവികാരങ്ങളുടെ സ്വാധീനമുണ്ട്. പ്രതാപ് നാരായൺ മിശ്ര സമൂഹത്തിന്റെ ഉന്നമനത്തിന് അനുയോജ്യമായ വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിനെ അനുകൂലിച്ചിരുന്ന ആളുകളെ പരിഹസിച്ചുകൊണ്ട് മിശ്രാജി എഴുതി, एक प्रकार की उपाधि सरकार से मिलती है। यदि उसकी भूख हो तो हाकिमों की खुशामद तथा गौरांग देव की उपासना में कुछ दिन तक तन मन धन से लगे रहिए। ഇന്ത്യയുടെ ദുരവസ്ഥയെക്കുറിച്ചും അത് മെച്ചപ്പെടുത്താനുള്ള നടപടികളെക്കുറിച്ചും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാൻ മിശ്രാജി ശ്രമിച്ചു. സാമൂഹിക പ്രശ്നങ്ങൾ, സംസ്കാരം, ധാർമ്മികത, ദേശീയത, പൊതുക്ഷേമം എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ബാലകൃഷ്ണ ഭട്ട് ഉപന്യാസങ്ങൾ എഴുതി. സ്വാശ്രയത്വത്തിൽ ദേശവാസികളുടെ അലസതയെയും അകർമ്മണ്യതയെയും സംബന്ധിച്ച് ഇവിടുള്ളവർ സ്വന്തം വിശ്വാസത്തിൽ ജീവിക്കാൻ മറന്നതാണ് ഇന്ത്യയുടെ നാശത്തിന് കാരണമെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. हिंदुस्तान का जो सत्यानाश हुआ है उसका यही कारण है कि यहाँ के लोग अपने भरोसे पर रहना भूल ही गए। इसी से सेवकाई करना यहाँ के लोगों में जैसी खूबसूरती के साथ बन पड़ता है वैसा स्वामित्व नहीं। അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങളിൽ രാജാവും പ്രജകളും, ദേശസേവനത്തിന്റെ പ്രാധാന്യം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നിവയാണ്. സ്ത്രീകളെക്കുറിച്ചും അവരുടെ വിദ്യാഭ്യാസം, ശൈശവ വിവാഹം മുതലായവയെക്കുറിച്ചുമുള്ള പ്രബന്ധങ്ങളിൽ ദേശസ്നേഹത്തിന്റെയും സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും ഊന്നൽ നൽകിയിട്ടുണ്ട്. ബാൽ മുകുന്ദ ഗുപ്ത ഉപന്യാസ ലേഖകൻ എന്നതിനു പുറമെ കവിയും പ്രസാധകനും കൂടിയാണ്. കാഴ്സൺ പ്രഭുവിന്റെ കാലത്ത് രാഷ്ട്രീയ അടിമത്തത്തെയും നിർദ്ദയമായ ക്രൂരതയും അദ്ദേഹം നർമ്മശൈലിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ശിവശംഭു എന്ന സാങ്കല്പിക കഥാപാത്രത്തെ പ്രതിനിധീകരിച്ച് ശിവശംഭു എഴുതിയ കത്തിൽ विक्रम, अशोक और अकबर के साथ यह भूमि नहीं गई। औरंगजेब, अलाउद्दीन इसे मुट्ठी में दबाकर नहीं रख सके। महमूद, तैमूर और नादिर इसे लूट के माल के साथ ऊंटों और हाथियों पर लादकर ना ले जा सके। आगे भी यह किसी के साथ नहीं जाएगी, चाहे कोई कितनी ही मजबूती क्यों ना करे। ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഇന്ത്യൻ പൊതുജനത്തിന്റെ ഹൃദയം കീഴടക്കാനായില്ല. ലേഖകൻ പറയുന്നത്, आपने गरीब प्रजा की ओर एक भी दृष्टि डालकर नहीं देखा, ना गरीबों को अपना जाना। जब आप अपना पद त्याग कर स्वदेश वापस जाएंगे तो यह कभी ना कह सकेंगे कि भारत की प्रजा का मन अपने हाथ में किया था। ഒരിക്കൽ പോലും ഇവിടുത്തെ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ സാധിച്ചുവെന്ന് പറയാനാകില്ല. जिनके बाप दादा भेड़ की आवाज सुनकर डर जाते थे, जिनको स्वयं चाकू से कलम का डंक काटते भय लगता है, उन्हें सरकार ने राय बहादुर बनाया है। പ്രേംചന്ദ് നോവലുകൾ, ചെറുകഥകൾ എന്നിവ കൂടാതെ നാടകങ്ങൾ, ലേഖനങ്ങൾ, എഡിറ്റോറിയലുകൾ, അഭിപ്രായങ്ങൾ തുടങ്ങിയവ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ദേശീയത എന്നാൽ ഉണർവ് എന്നാണ്. जागा हुआ राष्ट्र कभी अपने आप को गुलामी की दशा में रखना बर्दाश्त नहीं कर सकता।
രംഗഭൂമി നോവലിലെ ഡോക്ടർ ഗാംഗുലി എന്ന കഥാപാത്രം ഈ ഉണർവിൻ്റെ തെളിവാണ്. നമ്മെ പിഴിഞ്ഞ് ചൂഷണം ചെയ്യാനും നമ്മുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാനും നമ്മുടെ നാഗരികതയെയും മനുഷ്യത്വത്തെയും കൊല്ലാനും വളരെ കാലത്തേക്കുള്ള ഉഴുവ് കാളകളായി നിലനിർത്താനും വേണ്ടി മാത്രമാണ് ഇവർ നമ്മെ ഭരിക്കുന്നതെന്നുള്ള വസ്തുത നമുക്കിപ്പോൾ വ്യക്തമാണ്. ऐसे पीठ ठोको साहब, ऐसे। हम फिर खेलेंगे साहब, जरा दम ले लेने दो। और हार हार कर तुम ही से खेलना सीखेंगे साहब। एक ना एक दिन जरूर जीतेंगे साहब, एक ना एक दिन जरूर जीते। കർമ്മഭൂമി എന്ന നോവലിലെ ചില കുടുംബങ്ങൾ സ്വന്തം പ്രശ്നങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിട്ടും അന്നത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പങ്കാളികളാകുന്നു. मैं सबसे छोटा, बिल्कुल सामान्य, फिर भी यदि आज्ञा हो तो निवेदन करूं कुछ। कहो वीरसेन। माता द्रौपदी, इसने घोर अपराध किया है, ये सत्य है, परंतु ये वीरों का संघर्ष है। द्रौपदी, याद रखना, मनुष्य का लहू कभी अकारण ना बहे। अपने कर्म के फलों से कोई नहीं बच सकता। भीम, क्या देख रहे हो? वो मणि പോലീസിന്റെ സമ്മർദ്ദത്തിൽ കള്ളസാക്ഷ്യം പറയാൻ രാവണന്റെ നായകൻ കോടതിയിലെത്തുമ്പോൾ കള്ളക്കേസിൽ കുടുങ്ങിയ ചില യുവാക്കൾ ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കേൾക്കുമ്പോൾ സ്വാഭിമാനത്താൽ മനസ്സ് നിറയുന്നു. അതുമൂലം ദേശീയ കീഴ്വഴക്കങ്ങളുടെ ചങ്ങലകൾ തകർക്കാൻ അവൻ തയ്യാറാവുന്നു. मैं नाम रमनाथ हंसू। मैं इस बात का इकबाल करने आया हूँ कि बम वाले केस के सिलसिले में मैंने झूठी गवाही दी थी। दुश्मनों की चाल है विनोद, मुजरिमों के साथ में बदमाशी है। गलत है, मैं सच कहता हूँ हुजूर, मैंने किसी को बम फेंकते हुए नहीं देखा। मुझे झूठी गवाही देने पर मजबूर कर दिया गया था। क्यों मजबूर किया था, किस लिए किया था, ये एक लंबी कहानी है। ബ്രിട്ടീഷ് സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്ന കർഷക ജീവിതത്തിന്റെ ഇതിഹാസമാണ് ഗോദാൻ. क्या बात है कारंदा साहब, बापू आपको हाल तक का लगान चुका चुके हैं और आप 2 साल का बाकी निकाल रहे हैं। जब तक हो रही है मैं तुमसे लेन देन की कोई बात नहीं करना चाहता। तो ठीक है, अब बेदखली कीजिए आप। मैं भी अदालत ही में गंगाजली उठवा के रुपए दूंगा। और याद रखिए, इस गांव से 100 गवाही दिला के साबित कर दूंगा कि आप रसीद नहीं देते, कभी नहीं देते। नहीं, इस गांव में से मुझे एक आदमी दिखा दे कि उसको रसीद मिली हो। और ये भी याद रखिए कि मैं लखनऊ में मिर्जा खुर्शीद का काम करता हूँ। और इन्हें अगर रुपए दिए हैं तो कहीं ना कहीं लिखे होंगे। कहीं ना कहीं मतलब जो हिसाब तुम राय साहब को दिखाते हो उसमें नहीं लिखे हैं का? मैं कल ही कागज निकाल कर देखता हूँ। याद तो मुझे भी आता है कि होरी ने रुपया दिया था। വാടക സംബന്ധിച്ച് പ്രേം പീയൂഷ് കഥാസമാഹാരത്തിന്റെ അവതാരികയിൽ പ്രേംചന്ദ് എഴുതിയിട്ടുണ്ട്. जिस देश के 80% मनुष्य गांवों में बसते हों, उसके साहित्य में ग्राम जीवन का ही मुख्य रूप से चित्रित होना स्वाभाविक है। उनका सुख राष्ट्र का सुख, उनका दुख राष्ट्र का दुख और उनकी समस्याएं राष्ट्र की समस्याएं हैं. സംസാർ കാ അൻമോൾ രത്തൻ എന്ന ഈ സമാഹാരത്തിൽ ദിൽ ഫരേബ് തൻ്റെ ദിൽഫിദയോട്, നീ എൻ്റെ യഥാർത്ഥ കാമുകനാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവുമായി എൻ്റെ ദർബാറിലേക്ക് വരൂ. ആദ്യത്തെ രത്നം തൂക്കിക്കൊന്ന കറുത്ത കള്ളൻ്റെ കണ്ണിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഒരു തുള്ളി കണ്ണുനീരായിരുന്നു. പക്ഷേ ദിൽ ഫരേബ് അത് സ്വീകരിച്ചില്ല. രണ്ടാമത്തെ രത്നം
കാമുകന്റെയും കാമുകയുടെയും ചിതയിൽ നിന്നെടുത്ത ഒരു പിടി ചാരവുമായി ദിൽഫരേദിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷേ അതും ഏറ്റവും വിലയേറിയ രത്നമായി കണക്കാക്കപ്പെട്ടില്ല. ദിൽഫരേദ് പിന്നീട് യുദ്ധക്കളത്തിലേക്ക് പോയി. മുറിവേറ്റ സൈനികനുമായി സംസാരിച്ചു. മരണാസന്നനായ ആ മനുഷ്യൻ മെല്ലെ പറഞ്ഞു, എൻ്റെ സ്വന്തം രാജ്യത്ത് അടിമയായി ഞാൻ ജീവിക്കണോ? ഒരിക്കലുമില്ല. അതിലും ഭേദം മരിക്കുന്നതാണ് നല്ലത്. ഇതിലും നല്ല മരണം സാധ്യമല്ല. ഭാരത് മാതാ കി ജയ്. അവൻ്റെ അവസാന തുള്ളി രക്തവും പുറത്തേക്ക് വന്നു. രാജ്യത്തിൻ്റെ സംരക്ഷണത്തിൽ വീണ രക്തത്തിൻ്റെ അവസാന തുള്ളി ലോകത്തിലെ ഏറ്റവും അമൂല്യമായ രക്തമായി കണക്കാക്കപ്പെടുന്നു. ജുലൂസ് കഥയിൽ സത്യാഗ്രഹ പ്രസ്ഥാനത്തിൻ്റെ ചിത്രീകരണമാണ്. മാതാ കാ ഹൃദയ്, അനുഭവ്, ദാമൂൽ കാ കൈദി, ജുഗ്നു കി ചമക്, സുഹാഗൻ കി സാരി തുടങ്ങി നിരവധി കഥകളിൽ ദേശീയബോധം കാണാം. ഹംസ് പത്രികയുടെ എഡിറ്റിംഗിൽ പോലും അദ്ദേഹത്തിൻ്റെ രാജ്യസ്നേഹം പ്രതിഫലിക്കുന്നു. ഹംസ് പത്രികയുടെ ആത്മകഥ പ്രത്യേക ലക്കം അന്നത്തെ വിപ്ലവകാരികളുടെയും സാഹിത്യകാരന്മാരുടെയും പോരാട്ടത്തിൻ്റെയും ദേശീയബോധത്തിൻ്റെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു. ചതുർസേൻ ശാസ്ത്രി നോവൽ, കഥ, നാടകം, ഏകാഭിനയം, ആത്മകഥ എന്നിവയ്ക്കൊപ്പം അറിവിൻ്റെ സാഹിത്യങ്ങളായ ചരിത്രം, രാഷ്ട്രീയം, ധാർമ്മിക വിദ്യാഭ്യാസം, മതം തുടങ്ങിയ വിഷയങ്ങളിലും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ സത്യാഗ്രഹവും നിസ്സഹരണവും എന്ന പുസ്തകം വളരെ ചർച്ച ചെയ്യപ്പെട്ടു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കേന്ദ്രബിന്ദുവായിരുന്നു അന്ന് ഗാന്ധിജി. അക്കാലത്തെ വിപ്ലവങ്ങളെക്കുറിച്ച് ഊർജ്ജസ്വലമായ ഭാഷാശൈലിയിൽ അദ്ദേഹം എഴുതിയ 21/30 എന്ന പുസ്തകം ജനപ്രിയമായിരുന്നു. 4 ഭാഗങ്ങളായി എഴുതിയ സോനാ ഓർ ഖൂൻ എന്ന നോവലിൻ്റെ 2ാം ഭാഗത്തിൽ 1857 വിപ്ലവകാലത്ത് മീരറ്റ് പ്രദേശത്തിലെ രക്തസാക്ഷികളെക്കുറിച്ച് തീവ്രമായ ചിത്രീകരണം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഉദയ് ശങ്കർ ഭട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുകയും ശക്തമായ വിപ്ലവ യോദ്ധാക്കളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്തിരുന്നു. കവി, നോവലിസ്റ്റ്, നാടകകൃത്ത് എന്നീ നിലകളിൽ വിഖ്യാതനായ ഭട്ജി തന്റെ സഗർ വിജയ് എന്ന നാടകത്തിൽ ദേശസ്നേഹത്തിന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. जीवन एक संग्राम है, कर्तव्य की जागरूकता उस संग्राम की महत्ता है। व्यक्ति से समाज, समाज से राष्ट्र ऊंचा है। उस राष्ट्र के आगे व्यक्ति का, जाति का, नगर का और प्रांत का कोई मूल्य नहीं है। जिस समय देश की राजनीतिक आज़ादी के लिए लड़ाई लड़ी जा रही थी, उस समय कोई इस भावना से मुक्त नहीं था। जाहिर है साहित्यकार भी इससे मुक्त कैसे हो सकते थे। वैसे आप देखिए तो साहित्य में वो समय छायावाद का समय है, लेकिन देश की आज़ादी के संदर्भ में उनका बहुत महत्व है। उनके साहित्यकार नाम लेती हूँ, मैथिली शरण गुप्त, उनके भाई सियाराम शरण गुप्त, उनके बाद रामधारी सिंह दिनकर, बाल कृष्ण शर्मा नवीन, महिलाओं में सुभद्रा कुमारी चौहान, इस तरह अनेक कवि। प्रसाद के नाटक इतने प्रसिद्ध हैं इस जज्बे के लिए। तमाम नाटकों का मूल स्वर यही है, अन्याय के विरुद्ध न्याय पर बल देना और उसकी एक निश्चित दिशा, सामान्य नहीं, हवा में नहीं, ठोस जमीन पर हर तरह के अन्याय के विरुद्ध, जिसमें देश प्रेम, देश की सेवा, राष्ट्रीय भावना, ये सारी बातें बहुत प्रमुखता से थीं। ജയശങ്കർ പ്രസാദ് കഴിഞ്ഞുപോയ ജീവൻ ആദർശം, ആദർശ ഇന്ത്യയുടെ മഹിമ, ഭൂതകാല ജീവിതം, മാനവികതയുടെ സന്ദേശം എന്നിവ അറിയിക്കുന്നതിനായി വിവിധ മേഖലകൾ എഴുതിയിട്ടുണ്ട്. സ്കന്ദഗുപ്ത, ചന്ദ്രഗുപ്ത, ആജാത് ശത്രു, ധ്രുവസാമിനി എന്നീ നാടകങ്ങളിൽ ചരിത്രപരമായ ആഹ്വാനങ്ങളിലൂടെ രാഷ്ട്രീയപരമായ ചിന്തകളും സ്വാതന്ത്ര്യം നേടുന്നതിനുള്ള തടസ്സങ്ങളും ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്കന്ദഗുപ്ത് നാടകം ആരംഭിക്കുന്നത് അധികാരത്തിൻ്റെ മോഹഭംഗത്തോടാണ്. അധികാരസുഖങ്ങൾ എത്രമാത്രം മത്തുപിടിപ്പിക്കുന്നതും ആധ്യാത്മികവുമാണ്. തന്നെ നിയന്ത്രതാവായും കർത്താവായും പരിഗണിക്കാനുള്ള ശക്തമായ ആഗ്രഹം
അവനെ നിർബന്ധിത ജോലി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. സ്കന്ദഗുപ്ത് വീരപുരുഷനാണെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ കുരുങ്ങുന്നു. അതേസമയം തന്റെ അഭിലാഷങ്ങളാൽ നയിക്കപ്പെടുന്ന ഭട്ടാരക് വിദേശികളുമായി സഖ്യമുണ്ടാക്കുന്നു. ദേശീയബോധം മാതൃഗുപ്തന്റെ കവിഹൃദയത്തിൽ ഉദിച്ചുകൊണ്ടേയിരിക്കുന്നു. हिमालय के आंगन में उसे प्रथम किरणों का दे उपहार, ऊषा ने हंस अभिनंदन किया और पहनाया हीरक हार. ഇത്തരമൊരു ഇന്ത്യയെക്കുറിച്ച് അഭിമാനിക്കുന്ന പ്രസാദ്ജി എല്ലാം ത്യാഗം ചെയ്യുക എന്ന സന്ദേശം നൽകുന്നു. ചന്ദ്രഗുപ്ത എന്ന നാടകത്തിൽ വിദേശികൾ ഇന്ത്യയെ പുകഴ്ത്തുന്നത് ഇന്ത്യയുടെ അഭിമാനമുയർത്തുന്നു. यह स्वप्नों का देश, यह त्याग और ज्ञान का पालना, यह प्रेम की रंगभूमि भारत भूमि क्या भुलाई जा सकती है? कदापि नहीं. अन्य देश मनुष्यों की जन्मभूमि है. ये भारत मानवता की जन्मभूमि है. ലേഖകന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യവും ക്ഷേമവും പരമപ്രധാനമാണ്. ആജാതശത്രു എന്ന നാടകത്തിൽ ഈ വികാരം എടുത്തുകാട്ടിയിട്ടുണ്ട്. പ്രസാദ്ജിയുടെ സാഹിത്യം ഹീനമായ വികാരങ്ങളിൽ നിന്നും മോചനം നേടുന്നു. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിന്റെ വിത്തുകൾ പ്രസാദ്ജിയുടെ സാഹിത്യത്തിൽ ഉണ്ടെന്ന് പറയേണ്ടതില്ലല്ലോ. രാംചന്ദ്ര ശുക്ലയുടെ ദേശസ്നേഹത്തെക്കുറിച്ചുള്ള ഉപന്യാസം സ്വാതന്ത്ര്യ സമരം അതിന്റെ മൂർധന്യത്തിലെത്തിയപ്പോൾ എഴുതിയതാണ്. രാജ്യസ്നേഹം, സാമൂഹിക ഐക്യം, ആദർശങ്ങൾ എന്നിവയിലുള്ള വിശ്വാസമുണർത്തുക എന്നതായിരുന്നു ശുക്ലാജിയുടെ ഉപന്യാസങ്ങളുടെ പ്രധാന സ്വരങ്ങൾ. ബാബു ഗുലാബ് റായ് തന്റെ രചനകളിൽ ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള വിരോധാഭാസങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്റെ പരാജയങ്ങൾ എന്ന തന്റെ ആത്മകഥയിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തന്റെ രോഗത്തെ ബ്രിട്ടീഷ് സർക്കാരിന്റെ മനോഭാവവുമായി ബന്ധപ്പെടുത്തി. जिस प्रकार वृद्ध भारत ने विभिन्न आक्रमणकारियों को थोड़े बहुत अवरोध और प्रतिरोध के साथ अपने विशाल वक्षस्थल पर स्थान दिया, उसी प्रकार समय समय पर प्रादुर्भूत रोगों को थोड़े बहुत प्रतिरोध के साथ मैंने भी अपने शरीर में आश्रय दिया है. वे हिंदू परिवार के अतिथि की भांति बिना सूचना दिए आते हैं और रियासती मेहमान की भांति टाले नहीं टलते. ब्रिटिश सरकार की भांति वे जमे रहने का एक ना एक बहाना ढूंढ निकालते हैं. ഗാന്ധിയൻ തത്വചിന്തയിൽ ഗുലാബ് റായ് സ്വാധീനിക്കപ്പെട്ടു. രാഹുൽ സംഹൃദയൻ വിവിധ മേഖലകളിൽ എഴുതിയിട്ടുണ്ട്. ജീനെ കേലിയെ എന്ന നോവലിൽ ജാലിയൻവാല ബാഗിലെ ദാരുണമായ കൂട്ടക്കൊലയും സൈനിക നിയമത്തിനോടുള്ള എതിർപ്പും കാണിച്ചിരിക്കുന്നു. ചരിത്ര നോവലിസ്റ്റ് വൃന്ദാവൻ ലാൽ വർമ്മയുടെ ജാൻസി കി റാണി ലക്ഷ്മിഭായ് മതത്തെയും സംരക്ഷിക്കാൻ, നമ്മുടെ സംസ്കാരത്തെയും കലയും സംരക്ഷിക്കാൻ വേണ്ടിയാണ്. युद्ध वास्तव में है किस निमित्त? अपने जीवन और धर्म की रक्षा के लिए, अपनी संस्कृति और कला को बचाने के लिए. नहीं तो युद्ध एक व्यर्थ का रक्तपात ही है. यह खेल जल्दी हो जाए और फिर उस खेल को ऐसा खेलो कि अंग्रेजों के छक्के छूट जाएं और देश उनकी फांस से मुक्त हो जाए. അദ്ദേഹത്തിന്റെ സേനാപതി ഉദൽ എന്ന നാടകം കലാപകാരിയായതിനാൽ ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടി. ദേശീയ പ്രസ്ഥാനത്തിൽ സജീവമായതിന്റെ പേരിൽ സുഭദ്രാകുമാരി ചൗഹാൻ ജയിലിൽ പോകേണ്ടി വന്നു. അവരുടെ 3 കഥാസമാഹാരങ്ങൾ ബിഖരെ മോത്തി, ഉന്മാദിനി, സീതേ സാദേ ചിത്ര എന്നിവ പ്രസിദ്ധീകരിച്ചു. രാജ്യസ്നേഹത്തിൻ്റെയും സാമൂഹിക പരിഷ്കരണത്തിൻ്റെയും ചിന്തകൾ അവരുടെ കഥകളിൽ പ്രബലമാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് സ്വന്തം നാട്ടുകാരെ പാപികളാക്കുവാൻ വേണ്ടി പോലീസ് പീഡിപ്പിക്കാറുണ്ടായിരുന്നു. കള്ളക്കേസിൽ കുടുക്കി പൊതുജനങ്ങളുടെ മനോവീര്യം തകർക്കാൻ പോലീസുകാർ ശ്രമിച്ചിരുന്നുവെങ്കിലും പൊതുജനങ്ങൾ അചഞ്ചലരായി നിന്നു. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും നേരെയുണ്ടായ ലാത്തിച്ചാർജിൽ പ്രകോപിതനായി സർക്കാരിന്റെ ഓണററി മജിസ്ട്രേറ്റ് ലാത്തിച്ചാർജ് സംഭവത്തിൽ കോടതിയിൽ മൊഴി നൽകുന്നു. मेरा तो यह विश्वास हो गया है कि इस शासन विधान में जो प्रजा का हितकर नहीं है, अवश्य परिवर्तन होना चाहिए. हर एक हिंदुस्तानी का धर्म है कि वह शासन सुधार के काम में पूरा पूरा सहयोग दे. मैं अपना धर्म पालन करने के लिए विवश हूँ और यह मेरी राय साहेबी और ऑनररी मजिस्ट्रेट का त्यागपत्र है. താങ്കേവാല കഥയിൽ
താങ്കേവാലയുടെ പ്രസ്താവന ദേശസ്നേഹം നിറഞ്ഞതാണ്. सारे हिंदुस्तान में गदर के समय इन फिरंगियों ने क्या कम जुल्म किए हैं। गांव के गांव जला दिए, औरतों को बेइज्जत किया, निरपराध लोगों को तोप के मुंह में बांधकर उड़ा दिया। फिर सन 57 की दूर की बात जाने दीजिए, अभी की बात है, पंजाब में उन्होंने क्या कम किया है। जलियांवाले बाग को कौन भूल जाएगा। घाव ताजा है हुजूर, इन फिरंगियों को देखते ही उस पर नमक पड़ जाता है। इसीलिए मैंने कसम खाई है, इन्हें तांगे पर कभी ना बिठाऊंगा। मेरा मन इनसे बदला लेने के लिए बार बार उमड़ता है। അവരോട് പ്രതികാരം ചെയ്യാൻ എന്റെ മനസ്സ് വീണ്ടും വീണ്ടും ആവേശം കൊള്ളുന്നു. ഇതുകൂടാതെ തീൻ ബച്ചെ, ഗുലാബ് സിംഗ്, ചഡ്ഡാ ദിമാഗ് തുടങ്ങിയ കഥകൾ അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ക്രൂരതകളും ദേശാഭിമാനികളുടെ ഹൃദയത്തിൽ ജ്വലിക്കുന്ന ജ്വാലയും തുറന്നുകാട്ടുന്നു. വിദ്യാർത്ഥി കാലഘട്ടം മുതൽ യശ്പാൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പങ്കെടുത്തിരുന്നു. ദാദാ കോമ്രേഡ് എന്ന നോവലിലെ കഥാപാത്രമായ ഹരീഷ് സ്വാതന്ത്ര്യത്തിനായി ചിലപ്പോൾ അക്രമപരവും ചിലപ്പോൾ സമാധാനപരവുമായ നിസ്സഹരണത്തിന്റെ പാത സ്വീകരിക്കുന്നു. इस देश की जनता का शोषण समाप्त कर उसके लिए आत्मनिर्णय का अधिकार प्राप्त करना है। स्वराज्य का अर्थ आखिर है क्या? हम 150 आदमी तो स्वराज्य ले नहीं सकते। स्वराज्य तो जनता का संयुक्त प्रयास ही ला सकता है। യശ്പാൽജിയുടെ ദേശദ്രോഹി നോവലിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ദിവ്യയിൽ തങ്ങളുടെ അഭിമാനത്തിനും ഉന്നമനത്തിനും വേണ്ടി പോരാടാനുള്ള സ്ത്രീകളുടെ സന്ദേശമുണ്ട്. മഹാദേവി വർമ്മ കവിതകൾക്ക് പുറമെ ഉപന്യാസങ്ങൾ, ഓർമ്മക്കുറിപ്പുകൾ, സ്കെച്ചുകൾ, നാടകങ്ങൾ തുടങ്ങിയവയും എഴുതിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളായ മഹാത്മാഗാന്ധി, രാജേന്ദ്ര പ്രസാദ്, ജവഹർലാൽ നെഹ്റു, പുരുഷോത്തം ദാസ് ടണ്ടൻ എന്നിവരുൾപ്പെടുന്ന നിരവധി ചിന്തകരുടെയും എഴുത്തുകാരുടെയും ഓർമ്മക്കുറിപ്പുകൾ അതീത് കെ ചലച്ചിത്ര, സ്മൃതി കി രേഖായെ എന്ന പേരിൽ മഹാദേവി വർമ്മ എഴുതിയിട്ടുണ്ട്. ഹസാരി പ്രസാദ് ദ്വിവേദി സാംസ്കാരിക മൂല്യങ്ങളും പുതിയ വെല്ലുവിളികളും നിരന്തരം ഉയർന്നു വരുന്നതിനിടയിൽ തൻ്റെ ഉറച്ച വ്യക്തിത്വം നിലനിർത്തുന്ന ഉപന്യാസകനും നോവലിസ്റ്റുമാണ്. ഹസാരി പ്രസാദ് ദ്വിവേദിയുടെ ബാണഭട്ട് കി ആത്മകഥ എന്ന നോവലിൽ ദേശീയബോധമുണ്ട്. ഇതിൽ വർഷങ്ങളോളം ഭീരുത്വം അനുഭവിക്കുന്ന ഒരു ജാതിക്ക് ഗുരു മന്ത്രം നൽകിയതുപോലെയായിരുന്നു. सत्य के लिए किसी से भी न डरना, गुरु से भी नहीं, मंत्र से भी नहीं, लोक से भी नहीं, वेद से भी नहीं. സച്ചിദാനന്ദ ഹിരാനന്ദ് വ്യാൽസായൻ അജ്ഞൈ വിപ്ലവ പ്രസ്ഥാനത്തിലെ വിവിധ മേഖലകളിൽ എഴുതി. ശേഖർ ഏക് ജീവനി എന്ന നോവലിലെ ശേഖർ എന്ന കഥാപാത്രത്തിന്റെ വ്യക്തിത്വത്തിൽ എല്ലാത്തരം അടിമത്തത്വയും എതിർക്കുക, ഇംഗ്ലീഷ് സംസാരിക്കാൻ വിസമ്മതിക്കുക, വിദേശ വസ്ത്രങ്ങൾക്ക് തീയിടുക എന്നിവ ഉൾപ്പെടുന്നു. അജ്ഞേയന്റെ അഭിപ്രായത്തിൽ ശേഖർ വലിയ ആളല്ല. शेखर कोई बड़ा आदमी नहीं है, वह अच्छा भी नहीं है, लेकिन वह मानवता के संचित अनुभव के प्रकाश में ईमानदारी से अपने को पहचानने की कोशिश कर रहा है. ശേഖർ ഏക് ജീവനിയുടെ രണ്ടാം ഭാഗത്തിൽ സമരം ചെയ്യുന്ന ശേഖറിന് ഒരു സന്നിഗ്ധ പ്രവർത്തകനായി ജയിലിൽ പോകേണ്ടി വരുന്നു. ഓരോ മനുഷ്യനും തൻ്റെ ജീവിത ദർശനം സ്വന്തം ജീവിതത്തിൽ നിന്ന് തന്നെ നേടിയെടുക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ തെളിയിക്കുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് സാഹിത്യകാരന്മാർ എഴുതിയ ജീവചരിത്രങ്ങൾ, ചരിത്ര മഹാപുരുഷന്മാർ, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മനുഷ്യർ, സാമൂഹിക പരിഷ്കർത്താക്കൾ, പുരാണ കഥാപാത്രങ്ങൾ, വീരനായികമാർ എന്നിവരുടേതായിരുന്നു. ഈ ജീവിത ചരിത്രങ്ങൾ എഴുതുന്നതിൻ്റെ ഉദ്ദേശം ഇന്ത്യൻ ജനതയെ അവരുടെ മഹത്തായ ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക, ചരിത്രപരമായ പരാധീനതകളിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ ശ്രമിക്കുക, സ്ത്രീകൾക്കിടയിൽ സാമൂഹിക പരിഷ്കരണവും വിപ്ലവവും കൊണ്ടുവരിക. ഇതിനു പുറമെ പല എഴുത്തുകാരും അന്നത്തെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ആത്മകഥകളും എഴുതിയിട്ടുണ്ട്. യാത്രാവിവരണങ്ങൾ, അഭിമുഖങ്ങൾ, കത്തെഴുത്ത് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ എഴുതപ്പെട്ട സാഹിത്യങ്ങളിൽ ദേശീയബോധം അവിടിവിടായി ചിതറിക്കിടക്കുന്നു. പത്രങ്ങൾ ധാരാളമായി പ്രസിദ്ധീകരിച്ചു. അതിൽ പൊതുജനങ്ങളെ ജാഗരൂകരാക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചു. സ്വദേശി ദിനപത്രത്തിൻ്റെ
ഗോരഖ്പൂർ എഡിഷന്റെ വിജയലക്കം വളരെ പ്രസിദ്ധമായിരുന്നു. ഇത് ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടി. അത് എഡിറ്റ് ചെയ്തത് പണ്ടേ ബച്ചൻ ശർമ്മ ഉഗ്രയായിരുന്നു. ചാന്ദ് പത്രികയുടെ പേർഷ്യൻ ലക്കം 1928 നവംബറിൽ പ്രസിദ്ധീകരിച്ചു. അതിൽ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ച വിപ്ലവകാരികളുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും ജീവിതകഥകൾ അടങ്ങിയിരുന്നു. തന്മൂലം അതും ബ്രിട്ടീഷ് സർക്കാർ കണ്ടുകെട്ടി. ജൈനേന്ദ്ര, ഇലാചന്ദ്ര ജോഷി, ചന്ദ്രധർ ശർമ്മ ഗുലേരി, സുദർശൻ, വിശംബർനാഥ് ശർമ്മ, കൗശിക്, രാംവൃഷ് ബനേപുരി, ഡോക്ടർ രാംകുമാർ വർമ്മ, മന്മഥ്നാഥ് ഗുപ്ത, ഭഗവതി ചരൺ വർമ്മ, അമൃത്ലാൽ നാഗർ, ഹരികൃഷ്ണ പ്രേമി തുടങ്ങി നിരവധി എഴുത്തുകാരാണ് ജനങ്ങളുടെ സമരത്തിന് ശബ്ദം നൽകിയത്. അവരുടെ ഗദ്യരചനകൾ ദേശീയബോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരം സാഹിത്യങ്ങൾ ഹിന്ദിയിലും കാണപ്പെടുന്നു. അത് സാഹിത്യകാരന്മാർ എഴുതിയതല്ല, എന്നാൽ അത് സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും സാമൂഹികവും മതപരമായിട്ടുള്ള നവീകരണത്തിനായി നടത്തിയ ശ്രമങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകുന്നു. ഹിന്ദിയിലെ ഗദ്യശാഖകൾ വായിക്കുന്നതിലൂടെ നമുക്ക് ദേശസ്നേഹത്തിന്റെ പ്രചോദനം ലഭിക്കും. അസംഖ്യം ത്യാഗങ്ങൾ സഹിച്ച് സ്വാതന്ത്ര്യം നേടിയെടുത്തതിന് ശേഷമുള്ള പഴയ അനുഭവങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തോടനുബന്ധിച്ച് തയ്യാറാക്കിയ ഹിന്ദി സാഹിത്യത്തിലെ ദേശീയ അവബോധത്തെക്കുറിച്ചുള്ള ഈ പരിപാടി നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.